CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം. MV ഗോവിന്ദന്റെ പല പത്രസമ്മേളനങ്ങളും നെഗറ്റീവ് ഫലമുണ്ടാക്കി. തമ്പ്രാക്കന്മാർ പറയും, അടിയാന്മാർ അനുസരിക്കണമെന്നതാണ് നേതൃത്വത്തിന്റെ നിലപാട്. മഞ്ചേശ്വരത്ത് KR ജയാനന്ദയെ രക്തസാക്ഷിയാക്കിയെന്നും വിമർശനം. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവും പയ്യന്നൂരിലെ ഫണ്ട് വിവാദവും വോട്ട് ചോർച്ചയ്ക്ക് കാരണമായെന്നും വിമർശനമുയർന്നു. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, എല്ലാ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന നേതൃത്വം രൂക്ഷമായ വിമർശനമാണോ ഏറ്റുവാങ്ങുന്നത്? ഇപ്പോൾ കാസർഗോഡ് എങ്ങനെയാണ് നേതൃത്വത്തിനെതിരെയുള്ള വിമർശനം ഉയർന്നത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ? അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ജില്ലാ നേതൃയോഗങ്ങൾക്ക് സമാനമായി കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ അംഗങ്ങൾ ഉയർത്തിയത്. പ്രധാനമായും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് ഉണ്ടായത്. തളിപ്പറമ്പിലെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവും പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് ക്രമക്കേട്, രക്തസാക്ഷി ഫണ്ട് ക്രമക്കേടും കാസർഗോഡ് പോലുള്ള ജില്ലയിലെ മണ്ഡലങ്ങളിലും അത് ബാധിച്ചു. പ്രത്യേകിച്ച് തൃക്കരിപ്പൂർ പോലുള്ള മണ്ഡലങ്ങളിൽ അതിന്റെ പരാജയത്തിന്റെ ഒരു ഘടകമായി പയ്യന്നൂരിൽ ഉൾപ്പെടെ പ്രശ്നം മാറി. ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളും നിലപാടുകളുമാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തമ്പ്രാക്കന്മാർ ഒരു കാര്യം തീരുമാനിക്കും, അത് അടിയാന്മാർ അനുസരിക്കണമെന്നൊരു രീതിയായി പാർട്ടിയിലെ അങ്ങനെ ഒരു പ്രവണത വളർന്നു വന്നുവെന്ന രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉണ്ടായത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പല പത്രസമ്മേളനങ്ങളും നെഗറ്റീവായിട്ടുള്ള ഒരു ഫലമാണ് ഉണ്ടാക്കിയത്. അത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും അവമതിപ്പുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ കാസർകോട്ടെ പ്രധാനമായും ഈ വോട്ട് ചോർച്ചയുണ്ടായ മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ, മഞ്ചേശ്വരത്ത് KR ജയാനന്ദയെ രക്തസാക്ഷിയാക്കി. നേരത്തെ അവിടെ നമുക്കറിയാം സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു പേര് ഉയർന്നിരുന്നു. പിന്നീടാണ് അവസാന ഘട്ടത്തിൽ KR ജയാനന്ദയിലേക്ക് പോയത്. അവിടെ 20,000 വോട്ടിന്റെ ചോർച്ചയുണ്ടായി. അതിൽ ചില ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നിട്ടുള്ളത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് നേതൃയോഗങ്ങൾ, ജില്ലയിലെ നേതൃയോഗങ്ങൾക്ക് സമാനമായി തന്നെയാണ് കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നിട്ടുള്ളത്. മറ്റന്നാളാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗം നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ്.